അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനക്കരുത്തിനെ കുറിച്ചാണ്. മനസ്സിന് നല്ല കരുത്തുണ്ടാകണം. ഈ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിച്ചു വരണം. അപ്പം നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് പല മാതാപിതാക്കളും എന്ന് പറഞ്ഞാൽ ഈ മക്കളെ ഒന്നിനും വിടാത്ത രീതിയിൽ ഇങ്ങനെ വീട്ടിൽ അടക്കിയിടുന്ന ഒരു ഇതുണ്ട്. അങ്ങനല്ല, കുട്ടികളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് കളിക്കാനും ഒക്കെ വിടണം. കുറച്ച് കുട്ടികളാകുമ്പോൾ നല്ല കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവരതൊക്കെ നേരിട്ട് വരണം. കുറച്ച് ചെറിയ തല്ലൊക്കെ കൂടിയും അങ്ങനെ ചെറിയ വഴക്ക് കൂടി കുട്ടികൾ തമ്മിൽ സമപ്രായക്കാരായിട്ടൊക്കെ തീരെ തല്ലുകൂടാതെയും വഴക്കൂടാതെയും വളരുന്ന മക്കൾ പിന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണമെന്നുള്ള അവർക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇത് കുട്ടിക്കാലത്ത് വരുന്ന പിന്നെ മക്കളെ നമ്മളൊന്ന് പിന്നെ ഗൗനിക്കണം. അല്ലാതെ അമിതമായ രീതിയിൽ അക്രമാസക്തമായ അങ്ങനെ പ്രശ്നങ്ങളായി ആകുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഇടപെടാൻ പറ്റുന്ന കുറച്ച് കുസൃതിയൊക്കെ കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് നൽകണം. എന്നാൽ മാത്രമേ അവർ വലുതായി വരുമ്പോൾ കുട്ടികൾ നല്ല ഉഷാറായി വരുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഗൾഫിൽ ജീവിക്കുന്ന മക്കളും നാട്ടിലുള്ള മക്കളും രണ്ടും രണ്ടാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ ഗൾഫിലെ സംബന്ധിച്ച് മക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിനും പ്രശ്നത്തിനൊന്നും പോകാതെ അവരിങ്ങനെ വീട്ടിൽ ഒതുങ്ങി ജീവിച്ച് പിന്നെ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അതുപോലെ തിരിച്ചു വരുന്നു, അങ്ങനെ ഒന്നുമില്ല. അതേസമയം നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. നാട്ടിൽ നമ്മളെ മക്കളെ ഇപ്പം നമ്മൾ പിന്നെ സ്കൂളിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ പിന്നെ പോകാനും സമരത്തിന് ഇറങ്ങാനും അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് സമരം ചെയ്യും. അതുപോലുള്ള ഓരോരോ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നിരന്തരം ഓരോ വിഷയങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് എല്ലാത്തിലും പോയി ഇടപെടുകയും തലയിടുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനക്കരുത്തുള്ളവരായി വരികയാണ്. കാരണം എല്ലാ പ്രതിസന്ധികളെയും അവർ ജീവിതത്തിൽ ഏകദേശം ഒരു 10ാം ക്ലാസ് +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ കുട്ടികൾ പല വിഷയങ്ങളിലും അവർ ഇടപെട്ട് പിന്നെ എന്ത് ചെയ്യും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും അത് പ്രശ്നങ്ങളുണ്ടാകും, വഴക്ക് കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരെ മനസ്സ് ശരിക്കും സ്ട്രോങ് ആവുകയാണ്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ നേരിടണം എന്നൊക്കെ ഓട്ടോമാറ്റിക് അവർ പഠിക്കുകയാണ്. ഇതൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെ മക്കളെ നമ്മളിങ്ങനെ ഈ ബോയിലർ കോഴികളെ പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് വളർത്തുന്ന ഇതിനേക്കാൾ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് നൽകണം. ആ സ്വാതന്ത്ര്യത്തോടു കൂടി ഇപ്പം നമ്മൾ അവരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് അനാവശ്യമായ പിന്നെ രീതിയിലുള്ള പോകാത്ത രീതിയിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതുപോലെ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞു എല്ലാത്തിനും ഒരു ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകാൻ, നമ്മുടെ വീട്ടിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ വീട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരെ അറിയണം. അങ്ങനെ അറിഞ്ഞു വേണം അവർ മുന്നോട്ട് പോകാൻ. അങ്ങനെ അറിഞ്ഞു പോകുമ്പോഴേ അവർക്ക് മനസ്സിന് നല്ലൊരു കരുത്ത് ലഭിക്കുള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ ഒരുപാട് മോട്ടിവേഷനൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പിന്നെ ഞാനിതുപോലെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു കുട്ടിക്കാലം മുതൽ കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. കുസൃതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോയാൽ ഒരു പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ആക്കി വരുന്ന ഒരാളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തല്ലൊക്കെ കൂടിയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ അങ്ങനെ തന്നെ പോയി. 10ാം ക്ലാസ് നിർത്തിയിട്ടാണ് പിന്നെ ഞാൻ പിന്നെ കിതാബ് പഠിക്കാനായിട്ടൊക്കെ നല്ല നടപ്പിന് വേണ്ടി പോയത്. അതുവരെ ഇങ്ങനെ കുസൃതിയായിരുന്നു. മറ്റുള്ള പ്രശ്നമൊന്നുമില്ല, ഓവർ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വരെ കുട്ടികളായിട്ട് തല്ലുകൂടുക, അടികൂടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ പിന്നെ ഒരുപാട് ഗുണങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പിന്നെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരനുഭവം, അതായത് ഞാനൊരു 20 വയസ്സ് പ്രായമുള്ള സമയത്താണ്. ഞാൻ ഏകദേശം 1995 കാലഘട്ടത്തിൽ 95ലാണ് ഏകദേശം 95 കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരത്തുനിന്ന് തലപ്പാടിക്ക് പോകുന്ന സ്ഥലത്ത്, മഞ്ചേശ്വരത്തുനിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു വളവുണ്ട്. അവിടെ ബറോഡ അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്, മഞ്ചേശ്വരത്തേക്ക് ഉദ്യാവറത്തേക്ക് തിരിയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ആ വളവിൽ വെച്ചിട്ട് ഒരു ബസ്സും ഒരു ലോറിയും തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറയുമ്പോൾ അതിങ്ങനെ പിന്നെ വളരെ സ്പീഡിന് വന്ന വണ്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ തമ്മിൽ ഉരശി അത് ഒരു ബസ് വലത്തോട്ടും പറഞ്ഞു, പിന്നെ ലോറി ആയിരുന്നു, ലോറി ഇടത്തോട്ടും മറിഞ്ഞു. അപ്പോൾ ഈ ബസ് മറിഞ്ഞിട്ട് അത് വീണ്ടും നേരെ നിന്നിപ്പോൾ ഞാൻ നേരെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നേരെ ഓടി ബസ്സിൻ്റെ അടുക്കിലേക്കാണ് ആദ്യം പോയത്. അല്ലെങ്കിൽ കൂടുതൽ യാത്രക്കാരുള്ളതല്ലേ.
അപ്പോൾ അതിൽ പോയി ഞാൻ ചുറ്റും 4 ചുറ്റും നോക്കി. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിൻ്റെ കമ്പിയൊക്കെ പൊട്ടി. അപ്പോൾ ഞാനതൊക്കെ നോക്കിയിട്ടാണ് ശ്രദ്ധിച്ച് തന്നെയാണ് നോക്കിയത്. ശ്രദ്ധിച്ചിട്ട് ഞാൻ അതുവഴിയൊക്കെ ഒന്ന് നോക്കി, അടിഭാഗം ഒന്ന് നോക്കി, ആരെങ്കിലും അടിയിൽ പെട്ടോ എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിലൊന്നുമില്ല. പിന്നെ ബസ്സിൻ്റെ ഉള്ളിലാണ്, അങ്ങനെ വലിയ പ്രശ്നം, എല്ലാവരും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ നേരെ ഇപ്പുറത്ത് ലോറി മറിഞ്ഞ ഭാഗത്തേക്ക് ഓടി. ഞാൻ ഓടി ചെല്ലുന്ന സമയത്ത് ആ ലോറിയുടെ പുറത്തൊരാൾ, പിന്നെ എനിക്ക് തോന്നുന്നു ക്ലീനറാണ്, ഡ്രൈവറല്ല, ക്ലീനർ ഭാഗത്തുള്ള ആൾ തെറിച്ചിട്ട് അതൊരു ഒരു തെങ്ങിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരു തെങ്ങിൽ കുത്തി അങ്ങനെ മറിയായിരുന്നു. അപ്പോൾ ഈ തെങ്ങിൽ ഇടിച്ച സമയത്ത് ഈ ഗ്ലാസ് പൊട്ടിയിട്ട് ഇദ്ദേഹം തെറിച്ച് പുറത്തേക്ക് വീണു. ഇയാൾ വീണതിന് ശേഷമാണ് ഈ വണ്ടി മുകളിലേക്ക് മറിയുന്നത്. അപ്പോൾ അങ്ങനെ മറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഫുള്ള് പുറത്തുണ്ട്, പക്ഷെ തലഭാഗം മാത്രം, തലഭാഗം മാത്രം പമ്പറിൻ്റെ അടിയിൽ, വണ്ടിയുടെ പമ്പറിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ പ്രസ്സായിരിക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചിടിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ആളുകളൊക്കെ കൂടി, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എനിക്ക് ഇയാളെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നെഞ്ചിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു തലയിടിച്ചിട്ട് ബോധം പോയിട്ടുണ്ടാവും. 20 വയസ്സ് പ്രായമുള്ള കേട്ടോ എനിക്കന്ന്. ഞാൻ ഉടനെ തന്നെ എന്തെങ്കിലും വണ്ടി പരതിയിട്ട് വണ്ടിയിൽ നിന്ന് ജാക്കി എടുത്തിട്ട് കൊണ്ടൊന്ന് വെക്കാൻ നോക്കുമ്പം അതിനകത്ത് വെക്കാനൊരു സ്ഥലം കിട്ടുന്നില്ല. പിന്നെ അവസാനം ഒരു കല്ലെടുത്തുകൊണ്ടൊന്ന് ഈ ജാക്കി കൊണ്ടൊന്ന് വെച്ച് അതിനെ കറക്കി പൊക്കി. അപ്പോൾ ഞാൻ അതൊന്നും വെച്ച് ശീലമില്ലാത്ത ആളാണ്. എന്തെങ്കിലും ഈ ജാക്കിൻ്റെ ലിവർ കൊണ്ടൊന്ന് ഈ ഹോളിലേക്ക് കയറ്റാൻ വലിയ പാടാണ്. ഒന്നും നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ പെട്ടെന്ന് കയറില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ വണ്ടി പൊക്കി. ഒറ്റയ്ക്കാണ്, ഒരാളും വരുന്നില്ല. എത്രയോ ആളുകളോടെ കൂടി, പക്ഷെ ഒരാളും എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്നും വരാം. പക്ഷെ ഞാൻ ആരെയും വിളിക്കൊന്നുമില്ല. ഞാനത് സ്വന്തമായിട്ട് ഇതൊക്കെ ജാക്കി വെച്ച് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വണ്ടി എത്തി. പോലീസ് വണ്ടി വന്ന് പോലീസുകാർ, അപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വണ്ടി പൊങ്ങി. എടുക്കാവുന്ന സമയമായപ്പോൾ പോലീസുകാർ വന്നു. അയാളിങ്ങനെ എല്ലാവരും വലിച്ചിങ്ങോട്ട് എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ തല ഞാൻ ഒന്ന് മാത്രമേ നോക്കിയുള്ളൂ, പിന്നെ നോക്കിയില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഇനി ജീവൻ കിട്ടില്ല എന്നുള്ളത്. അതുവരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ കൈ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ആയിപ്പോൾ, അതുപോലെ ഇങ്ങനെ പതുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്തായാലും ഒരിക്കലും ഇനി ജീവൻ തിരിച്ചു കിട്ടില്ല. അപ്പോഴും നെഞ്ചിടിക്കുന്നുണ്ട്, അല്ല മരിച്ചിട്ടില്ല. അപ്പം ജീവൻ പോയിട്ടില്ല, അതിനുള്ള നെഞ്ചിൽ ഒരു ഇടുപ്പുണ്ട്. പക്ഷേ അത് കണ്ടോടുകൂടി ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയി. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് സ്കിപ്പായി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പോൾ അതെന്നെ പറയുന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് അവസരോചിതമായി ഇടപെടണമെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല കരുത്തുണ്ടാവണം. ആ കൊച്ചിലുള്ള കുസൃതി എനിക്ക് വലുതായപ്പോൾ ഉപകാരപ്പെട്ടു. ചില ആളുകൾ പറയില്ലേ, ചെറിയ കുസൃതിയുള്ള മക്കൾ വലുതാകുമ്പോൾ നല്ല ഒരു കരുത്തുള്ളവരാണ്. ചെറിയ പാവങ്ങളെ പോലെ ഇരിക്കുന്ന ആ കുട്ടികളൊക്കെ, അവർക്കൊന്നും സമൂഹത്തിൽ എന്തെങ്കിലും ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനുള്ള കുസൃതി തരങ്ങളൊക്കെ കാണിച്ച് നടന്നതിൻ്റെ ഒരു ഫലം എൻ്റെ ജീവിതത്തിൽ പല സമയത്തും എനിക്ക് പലരെയും സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കൊരു നല്ലൊരു ശക്തമായ ഒരു മനസ്സുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പല അവസരങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഇനിയും വീണ്ടും ഇതുപോലുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു 20 വയസ്സിലുള്ള പ്രായത്തിലുള്ള നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരാൾ അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നല്ല മനക്കെട്ടിയുള്ളവർക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു മനക്കെട്ടി ഉണ്ടാകണം. ആ മനക്കെട്ടി ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഈ ചെറുതിലെ മുതൽ തന്നെ നമ്മൾ ശീലിച്ച് വരുന്നതിലുള്ള ഒരു ഇതാണ്. ചെറുതിലെ മുതലേ നമ്മൾ ഓരോ പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ടും അവരുമായിട്ടും എല്ലാത്തിലും തല്ലുകൂടിയും വഴക്കുകൂടിയും ഒക്കെ ഇങ്ങനെ എല്ലാവരോടും മല്ലിട്ട് വരുന്ന ഒരു പ്രായമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര മനക്കെട്ടിയാണ്. ഞാൻ അങ്ങനെ ഒരു ചെറിയ പ്രായം മുതലേ അങ്ങനെ വന്ന ഒരാളാണ്. തല്ലുകൂടി സ്കൂളിലൊക്കെ പോയാലും തല്ലുകൂടാനും അടികൂടാനൊക്കെ മുൻപന്തിയിലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കുസൃതിക്കാരനായിരുന്നു. ആ കുസൃതിക്കാരനായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലരെയും സഹായിക്കാൻ പറ്റുന്നുള്ള നേട്ടങ്ങളാണ്, അല്ലാത്ത നേട്ടങ്ങളല്ല. പലരുടെയും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ എനിക്ക് പോയി ഇടപെടാനും അവരെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിച്ച് അവർക്ക് നല്ലൊരു ഒരു രീതിയിലേക്ക് എത്തിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരു മനക്കരുത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെ എല്ലാവർക്കും മനക്കരുത്ത് ഇതുപോലെ തന്നെ ആവണമെന്നല്ല, എന്നേക്കാൾ മനക്കരുത്തുള്ള ആളുകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രൂരന്മാരായ മനക്കരുത്താവാൻ പാടില്ല. നമ്മൾക്ക് മറ്റുള്ളവരോട് കരുണയുള്ള മനസ്സായിരിക്കണം. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാൻ പറ്റുന്ന നല്ല മനക്കരുത്തുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ, നല്ല കരുത്തുള്ള മനസ്സുണ്ടാകട്ടെ. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ പറ്റുന്ന ഒരു നല്ല കരുത്തുള്ള മനസ്സ് എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് തരട്ടെ. അതുപോലെ എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ഹൃദയവും അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.